ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നോ കോഡ് പ്ലാറ്റ്ഫോം, അത് എവിടേക്കാണ് യൂസ് ചെയ്യുക, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോ കോഡ് പ്ലാറ്റ്ഫോം ബേസിക്കലി ഒരു ടൂളാണ്. നമ്മൾ ആദ്യം എങ്ങനെയാണ് ആപ്സും വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്തിരുന്നത്, നമ്മൾ തന്നെ ഡേ നൈറ്റ് കോഡൊക്കെ ചെയ്ത് A to Z കാര്യങ്ങൾ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടാക്കായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ നോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡിങ് നോളജ് ഇല്ലാത്തവനും എന്ത് ചെയ്യാം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ സംഭവം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, വെബ്സൈറ്റ് ആപ്പൊക്കെ. നോ കോഡ് പ്ലാറ്റ്ഫോംസിൻ്റെ എക്സാമ്പിളുകളാണ് വിക്സ്, അതുപോലെ എയർ ടേബിൾ, അതുപോലെ വേർഡ് പ്രസ്, ബബിൾ ഒക്കെ. ഈ തുടങ്ങിയ സൈറ്റുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ആദ്യത്തെ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം അതിൽ പ്രീ ബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ മെയിൻ ഒരു ഇഷ്യൂ ആണ്, അതായത് നിങ്ങളൊരു വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാണ്. വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ലൈക്ക് ഫ്ലിപ്കാർട്ട് പോലെ നമ്മൾ ബിൽഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ 10, 20 അല്ലെങ്കിൽ 100, 200 കസ്റ്റമേഴ്സ് യൂസേഴ്സ് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഒരുപാട് ലാർജ് ഓഫ് യൂസേഴ്സിൻ്റെ ഇടയിൽ എത്തുമ്പോൾ, ലാർജ് ഓഫ് ഓഡിയൻസിൻ്റെ ഇടയിൽ എത്തുമ്പോൾ ഇതിന് പെർഫോമൻസിൻ്റെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്കെയിലബിലിറ്റിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നോ കോഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നല്ലൊരു വലിയൊരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ബിൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നിങ്ങൾക്കൊരു നോ കോഡ് പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ആപ്പ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ബിൽഡ് ചെയ്യുന്നതിൽ മെയിൻ വരുന്ന പ്രശ്നങ്ങൾ, ഈ നോ കോഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉണ്ടാകുന്ന ബഗ്സ്, അതുപോലെ ഇതിൻ്റെ പ്രൈസിങ് ആൻഡ് പ്ലാൻസ്. ഇത് എപ്പോൾ വേണമെങ്കിലും പ്രൈസിങ് ആൻഡ് പ്ലാൻസ് മാറിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ ഇനി ഇത് ഫ്യൂച്ചറിൽ തന്നെ ചിലപ്പോൾ ഈ നോ കോഡ് പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമാണോ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില നോ കോഡ് പ്ലാറ്റ്ഫോംസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കസ്റ്റമായിട്ട് കോഡ് ചെയ്യേണ്ട അവസ്ഥകളും കാര്യങ്ങളൊക്കെ വരും. ആ ടൈമിൽ ആ ലാംഗ്വേജിനെ പറ്റി നമുക്ക് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റൂല. ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്, നോ കോഡ് പ്ലാറ്റ്ഫോമിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇനി ഇതിൻ്റെ യൂസ് കേസസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാണ്, നിങ്ങൾക്ക് കോഡിങ്ങിനെ പറ്റി നോളജ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കോഡിംഗ് ഒന്നും ചെയ്ത് സമയം കളയേണ്ട, പെട്ടെന്ന് നിങ്ങൾക്കൊരു നോ കോഡ് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഒരു ആപ്പോ വെബോ ബിൽഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് നോ കോഡ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റോ ടെക്നിക്കലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് വരെ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആയിട്ടും, ചിലപ്പോൾ അവർ ചെറുകിട ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസർ ഫ്രണ്ട്ലി ആണ്, പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ യൂസ് കേസസും ആണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾ നോ കോഡ് പ്ലാറ്റ്ഫോമിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നോ കോഡ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ കോഡ് പ്ലാറ്റ്ഫോം തന്നെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ടൈം ആയിട്ട് നിങ്ങളൊരു കുറേ യൂസേഴ്സൊക്കെ വരുന്നുള്ള ഒരു ചാൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഡ് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിൻ്റെ ഫുൾ ആക്സസ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല രീതിക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ കോഡ് ചെയ്യാൻ പഠിച്ചാലുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ നോ കോഡ് പ്ലാറ്റ്ഫോംസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ്സ് കിട്ടുന്നതിൻ്റെ എണ്ണവും അതുപോലെ കുറേ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.